ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റ് മീഡിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അടിപൊളി POV ഡിസ്പ്ലേ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഒരു LED അതേപോലെ തന്നെ കുറച്ച് വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാറ്ററിയും Arduino നാനോ ഒക്കെ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം 2 ഫ്രണ്ട്സിനെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് വിടുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്തെടുക്കും.
സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം LED ഡിസ്പ്ലേ എന്നാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അവിടേക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിരിക്കുന്നത് യൂട്യൂബിൽ നിന്നാണ്. അപ്പോൾ നമുക്കിത് എന്ത് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് വേണമെങ്കിൽ വെക്കാം. ഇത് നമുക്കൊന്ന് കമ്പൈൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഫ്ലാഷ് ചിഹ്നത്തിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ കാട്ടും കമ്പൈലേഷൻ സ്റ്റാർട്ടഡ് എന്ന്. ഈ കമ്പൈലേഷൻ ഇറർന്ന് വരരുത്. ഇററായിക്കഴിഞ്ഞാൽ നമുക്ക് കയറ്റാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ നമ്മുടെ കോഡിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളിനി നമ്മുടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ മൊബൈലിലേക്കൊന്ന് ആക്കി കൊടുക്കുക. നമ്മുടെ OTG കേബിളും കണക്ട് ചെയ്തിട്ട് ഒന്ന് മൊബൈലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൊബൈലിൽ കൊടുക്കുമ്പോൾ തന്നെ അത് കത്തുന്നതായിരിക്കും ആ ആർഡിനോ നാനോൻ്റെ ഒരു ലൈറ്റ്. ഇതൊന്ന് നമുക്ക് ആർഡിനോയിലേക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് അവിടെ ഒരു ചിഹ്നമുണ്ട്, ഡൗൺലോഡിൻ്റെ ചിഹ്നമായിട്ട്. അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ കാണാം സ്കെച്ച് അപ്ലോഡഡ് എന്ന് വന്നു. ഇപ്പോൾ ബാറ്ററിയിൽ IC കണക്ട് ചെയ്തൊന്ന് ഒട്ടിച്ച് വെക്കുക. IC അടുത്തായിട്ട് നമ്മുടെ ആർഡിനോ നാനോ ബോർഡ് എടുക്കുക. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒട്ടിക്കുമ്പോൾ നോക്കണം. അപ്പോൾ സ്വിച്ച് നിങ്ങൾ ഒന്ന് സേഫാക്കി വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോൾ ഒന്ന് പറിച്ചപ്പോൾ ഈ സ്വിച്ച് അങ്ങ് അവിടെ നിന്ന് പറഞ്ഞു പോയി. അപ്പോൾ ആദ്യം ഒരു സ്പോഞ്ച് വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ഇൻസ്റ്റലേഷൻ ടൈപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം സ്വിച്ചിൽ ഒട്ടിച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ആർഡിനോ നാനോ കൂടി ഒന്ന് ഒട്ടിച്ച് വെക്കുക അവിടെ. ഇപ്പോൾ നമ്മുടെ ബെൽറ്റ് ആർഡിനോ നാനോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വയർ കണക്ഷൻ മാത്രമേ ബാക്കിയിടൂ. നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും വയറുണ്ട്, ഇതിപ്പോൾ ഭയങ്കര കഷ്ടമാണല്ലോ കണക്ട് ചെയ്യാനൊന്നും. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാട്ടുന്നത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഈ നമ്പേഴ്സിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആർഡിനോ നാനോ ബോർഡിൽ D2 മുതൽ D9 വരെ സംഖ്യകളുണ്ടാവും. അപ്പോൾ അതിലാണ് നമ്മുടെ ഫസ്റ്റ് LED ടു ലാസ്റ്റ് LEDൻ്റെ ജമ്പർ വയർ കണക്ട് ചെയ്യുക. ഫസ്റ്റ് LED D2ലാണ് വരിക, അതായത് നമ്മളെ ഏറ്റവും അറ്റത്തുള്ള LED. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റർ വെച്ച ആ പാർട്ടിത്തെ ജമ്പർ വയർ നേരെ ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യുക. അതായത്